സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മെയിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏത്? അൾജീരിയ. നളന്ദ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി അടുത്തിടെ ചുമതലയേറ്റതാര്? സച്ചിൻ ചതുർവേദി. 2025 മെയിൽ ഏത് ഇനത്തിലാണ് നീരജ് ചോപ്ര 84.14 മീറ്റർ എറിഞ്ഞ് രണ്ടാം സ്ഥാനം നേടിയത്? ജാനൂസ് കുസോസിൻകി മെമ്മോറിയൽ. ഖത്തറിൽ നടക്കാനിരിക്കുന്ന 2025 ഫിഫ അറബ് കപ്പിൻ്റെ അടുത്തിടെ പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ്? 36.5 മില്യൺ. 2025 മെയിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കാൻ അടുത്തിടെ അംഗീകാരം നൽകിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 വേൾഡ് ടേർട്ടിൽ ഡേയുടെ തീം എന്ത്? ഡാൻസിംഗ് ടേർട്ടിൽസ് റോക്ക്. 2025 ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പ്രചാരണ പരിപാടി ആരംഭിച്ച മന്ത്രാലയം ഏത്? പരിസ്ഥിതി മന്ത്രാലയം. 2025 മെയിൽ സെം ഹാക്ക് ഫോർ ഗ്രീൻ ഇൻഫ്ര ദേശീയ തല ഹാക്കത്തോൺ ആരംഭിച്ച മന്ത്രാലയം വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇന്ത്യയിലെ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പേയ്മെൻറ്റ് റെഗുലേറ്ററി ബോർഡ് സ്ഥാപിക്കുന്നതായി അടുത്തിടെ വിജ്ഞാപനം ചെയ്ത സ്ഥാപനം ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കാലാവസ്ഥാ വ്യതിയാന അവബോധം ലക്ഷ്യമിട്ടിട്ടുള്ള പര്യവരൺ സംരക്ഷക് പരിശീലന സംരംഭം നടപ്പിലാക്കുന്നതിനായി എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സർക്കാർ. ഡൽഹി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.